ഇന്ന് ഉച്ച തൊട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ സമയം 1:40 കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ കടല വേവിക്കാമെന്ന് വെച്ചു കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ തേങ്ങാപ്പീരയൊക്കെ ചിരണ്ടിയിട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്ന ഓരോ ആഗ്രഹങ്ങളാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് കേട്ടോ ഞാൻ കടല വേവിക്കുന്നത്. കാരണം എൻ്റെ ഗ്യാസ് തീർന്നു പോയിട്ട് 2 ദിവസമായി, എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് എനിക്കിങ്ങനെ വിറകടുപ്പിൽ വേവിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ ഗ്യാസ് എടുക്കുന്നതിനൊക്കെ മുന്നേ ഇതിലൂടെയാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ കുതിർത്താനിട്ട കടലയാണ് കേട്ടോ. നല്ലപോലെ ഈ ഒരു സമയപ്പം കുതിർന്ന് കിട്ടി. കാരണം ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഇട്ടിരുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തുണി വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിച്ചു. രാവിലെ അതൊക്കെ വിരിച്ചു. കുറേ വിറകൊക്കെ ഉണക്കാനിട്ടു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. രാവിലെ തൊട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചമൂലങ്ങ് എടുക്കാമെന്ന് കരുതി. പിന്നെ അമ്മ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് 2-3 കടല എടുത്ത് കൊടുത്തു. അത് വെന്തോന്ന് നോക്കാൻ പറഞ്ഞിട്ട് അമ്മ പറയുമായിരുന്നു കുറച്ചും കൂടെ വേവാനുണ്ട്. അമ്മയ്ക്ക് പല്ലൊന്നുമില്ല കേട്ടോ, 1-2 പല്ലെങ്ങാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മയുടെയൊക്കെ പാകത്തിനാണ് ഞാൻ ഇവിടെ കടലയും ഗ്രീൻ പീസും പയറൊക്കെ വേവിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് വൻപയറും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തോരൻ പോലെ വെക്കാൻ വേണ്ടിയിട്ട്. അമ്പാടിക്ക് ഇങ്ങനെ പയറൊക്കെ വേവിച്ച് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുഞ്ഞുവാവ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അമ്പാടിനെ ചേട്ടൻ പുറത്തേട്ട് കൊണ്ടുപോയി അവനെ കൊണ്ട് നടന്ന് പാട്ടൊക്കെ കേൾപ്പിച്ച് ഉറക്കിയെങ്കിലാണ് അവൻ ഉറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കടല അവിടെ ഇരുന്ന് വേകണ സമയം കൊണ്ട് എനിക്ക് ഇപ്പുറത്തെ അടുപ്പയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് കട്ടയിൽ കിടന്ന പട്ടീനെ കണ്ടില്ല കേട്ടോ. ഇവിടെ 2 പേരാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഫുഡൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡും വെള്ളമൊക്കെ കൊടുത്തായിരുന്നു. അതിന് ശേഷം വന്നിട്ട് നോക്കിയപ്പോൾ അതിനെ കണ്ടില്ല. അപ്പോൾ ഞാൻ ആ ക്യാമറയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങോട്ട് പോയെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പം അത് അതിൻ്റെ അടിയിൽ പോയി കിടക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ മാന്തി കുഴി ഉണ്ടാക്കിയിട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ക്യാമറ എന്നെയും കൂടെ കണ്ടപ്പോൾ മട്ടും ഭാവവും ശരിയല്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ചേട്ടൻ അമ്പാടിനെ ഉറക്കിക്കൊണ്ട് വരുവാണ് കേട്ടോ. വഴി കൂടെ റോട്ടിൽ കൂടെ ഒക്കെ പോയി ഉറക്കി കൊണ്ട് കിടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചേട്ടനെ ഉറക്കിക്കൊണ്ട് വന്നു. പിന്നെ അമ്മേടി ഞാനാണെങ്കിൽ കടലയ്ക്കുള്ള തേങ്ങ ഇരണ്ടി തരാമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ചിരണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, നടുവേദനയൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ കടലയ്ക്കുള്ള സബോള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചതമുളകാണ് കേട്ടോ ഞാൻ ഇടുന്നത് കടലയ്ക്കും പയറിനും കൂടിയിട്ട്. പിന്നെ പയറിനുള്ളത് ഇവിടെ അരിയാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് അരിയണം. ഇത് പയർ തോരൻ വെക്കാനുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ അരിയണത്. ബാക്കി കടലയ്ക്കൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചു. പയർ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ സമയം ഒത്തിരി പോയായിരുന്നു കേട്ടോ. ഞാനൊരു വൈകുന്നേരമാണ് പയറുണ്ടാക്കിയത്. കാരണം കടലയൊക്കെ റെഡിയാക്കി പെറുക്കി വന്നപ്പം പിന്നെ പിള്ളേരെ വഴക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ കുറേ നേരം അങ്ങനെ ഒരുപാട് സമയം പോയി കേട്ടോ. പിന്നെ പയർ കുതിർന്ന് വരാനും സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഒക്കെ അരിഞ്ഞ് പെറുക്കിയൊക്കെ അങ്ങനെ വെച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരുപാട് സബോളയൊക്കെ ഇട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഒരു സബോളയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ പറയണ കേൾക്കാം, ഒത്തിരി സബോള ഇട്ട് കഴിഞ്ഞാൽ കറി കൊള്ളത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ഇതൊരു അനുഭവം ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലപോലെ സബോളയും ചെറിയ ഉള്ളിയൊക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ അമ്മ വിളിച്ചതാണ്, തേങ്ങ ചിരണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ പോയി തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്നാണെങ്കിൽ വീഡിയോ എടുക്കാൻ ഒരു മൂഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങോട്ടങ്ങ് എടുത്തു ഉച്ചമോലല്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ എന്തായാലും അപ്പുറത്ത് കടലൊന്ന് വേകാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ആ ഉള്ളി സബോള സാധനങ്ങളൊക്കെ ഇപ്പുറത്തെ അടുപ്പയിൽ തീ പിടിപ്പിച്ച് വഴറ്റാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ തീ പിടിപ്പിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീ പിടിച്ച് വരാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു വിധം ചൂട്ടും പേപ്പറും ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് തീ പിടിപ്പിച്ച് വരുന്നത്. പിടിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല, നല്ല ഉണങ്ങിയ വിറകൊക്കെയാണ്, പക്ഷേ തീ പിടിക്കാൻ പാടാണ്. അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ ഇരുന്ന കലമൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഞാൻ അവിടെ ഉരുളിയൊക്കെ വെച്ചിട്ട് അവിടെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. കടലയൊന്ന് മെഴുക്ക് പുരട്ടി ഇത് തോരൻ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറം ഇരുന്നത് വേഗണ സമയം കൊണ്ട് നമുക്കിത് റെഡിയാക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അതൊക്കെ വാങ്ങി റെഡിയാക്കി ഇപ്പുറത്ത് വെച്ചു കേട്ടോ. കടലെടുത്ത് ഞാൻ അതൊക്കെ മാറ്റിപ്പറക്കിയൊക്കെ വെച്ചു. എന്നിട്ട് അവിടെ പയറെടുത്ത് വെച്ചു കേട്ടോ. പയർ വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എണ്ണ കുറവായിരുന്നു കേട്ടോ. തുള്ളി എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യം ഞാൻ ആ കടലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് എടുത്തു. അങ്ങനെ കടല തോരൻ റെഡിയായി. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെറുക്കി തിന്നാൻ വേണ്ടിയിട്ട്, കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെറുതെ പെറുക്കി തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ കറിയായിട്ടുണ്ടാക്കിയതല്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞുവാവ എഴുന്നേറ്റ് വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സീനാകുമെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ പയർ വേവിക്കണ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ അകത്തേട്ട് വന്നു കേട്ടോ.
അപ്പോൾ അമ്പാടി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ വാവയോട് ഹായ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ കുറേ നേരം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. കടലയൊക്കെ ഞാൻ വേവിച്ച് കൊണ്ടുപോയി അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് കുറേ നേരം അങ്ങനെ ഇരുന്നു. ഒരുപാട് നേരം അങ്ങനെ വാവയുടെ വർത്താനമൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പല്ലുവേദന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചവയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കടല തിന്നാമെന്ന് ഓർത്തിട്ട് വാവേനെ അവിടെ കിടത്തിയിട്ട് ഞാൻ അപ്പുറത്തേട്ട് കടല എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇവരെ ഇങ്ങനെ കിടത്തിയിട്ട് പോകുമ്പോഴത്തേനും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പൊക്കത്ത് കയറ്റി വെക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഉന്തി ഉരുണ്ട് താഴെ പോകുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ കടലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. ഞാനിത് സ്പീഡിൽ ഇടുന്നതാണ്. പതിയെയാണ് കഴിക്കുന്നത് കേട്ടോ. കാരണം പല്ലിൻ്റെ സീനും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കടലയൊക്കെ തിന്ന് പിന്നെ പാത്രമൊക്കെ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരുത്തൻ ഉരുണ്ട് വന്ന് അമ്പാടിയുടെ അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. സാധാരണ ഇവനിങ്ങനെ ഉരുണ്ട് വന്ന് അവനെ മാന്തവും ചുറുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവൻ എഴുന്നേറ്റ് പിന്നെ കാറും കൂവും കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം പിള്ളേരുടെ വഴക്കും ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ അങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെ ഞാൻ വാവയോട് പറയുമായിരുന്നു ചേട്ടനെ ഏൽപ്പിക്കില്ലെന്നൊക്കെ. പിന്നെ പോയിട്ട് തുണികളെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം പെറുക്കിയെടുത്തു നേരത്തെ തന്നെ. വൈകുന്നേരമായി കഴിഞ്ഞാൽ മഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് കേട്ടോ. ഞാനത് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ ഈ കുഞ്ഞി പൂച്ച ഇങ്ങനെ ചത്തതുപോലെ കിടക്കണം. ഞാനതൊക്കെ കൊണ്ടുവച്ചിട്ട് വന്നപ്പോഴത്തേക്കും അത് എഴുന്നേറ്റായിരുന്നു. ഇങ്ങനെ അല്ല കേട്ടോ അത് ആദ്യം കിടന്നത്. അപ്പോൾ ഞാൻ അതിനെ പോയി വിളിച്ചപ്പോഴത്തേക്കും അത് അങ്ങനെ ഏറ്റിരിപ്പുണ്ട് കേട്ടോ. പിന്നെ പോയിട്ട് ഇരുന്ന് തുണി മടക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ എല്ലാ തുണികളും നിന്നാണ് മടക്കുന്നത്. എല്ലാ അതാത് സ്ഥാനത്ത് ഓടിക്കൊണ്ട് വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഇന്ന് ഞാൻ അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് മടക്കുവാണ് കേട്ടോ. കുഞ്ഞുവാവയുടെ വേറെ, അമ്പൂട്ടൻ്റെ വേറെ, എൻ്റേത് വേറെ, ചേട്ടൻ്റേത് വേറെ, അനിയൻ്റേത് വേറെ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കണം. ഈ ഒരു മിഷ്യത്തിൻ്റെ പുറത്തിരിക്കുന്ന ഈ ഒരു സൈഡിൽ കാണുന്ന ഒരു പച്ച കൊട്ടയിലാണ് കേട്ടോ ഞാൻ കുഞ്ഞുവാവയുടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ അമ്പാടിയുടെ ഉടുപ്പും സാധനങ്ങളൊക്കെ ഈ ഒരു നീല കൊട്ടയിലാണ് വെക്കുന്നത്. അവൻ്റെ നിക്കറ് പാൻറ്റ് സാധനങ്ങളൊക്കെ വേറൊരു കൊട്ടയുണ്ട് കേട്ടോ അപ്പുറത്തെ റൂമിൽ, ഒരു പച്ച കൊട്ട. ഞാൻ ഇതൊക്കെ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അതിന് ശേഷം പിന്നെ വൈകിട്ടായി കേട്ടോ. രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും, രാത്രിയല്ല ഒരു 6:30-7 മണിയൊക്കെ ആയല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കടല അമ്പാടിക്ക് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഞാനും കഴിക്കുന്നുണ്ട്. അവനിങ്ങനെയാണെങ്കിൽ എൻ്റെ തോലൊക്കെ പൊളിച്ചിട്ട് സ്പൂണിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തോലൊന്നും പൊളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ട് ഞാൻ അവന് കയ്യിൽ കൊടുക്കണം കേട്ടോ. അവന് കയ്യിൽ തിന്നാൻ വേണ്ടി തോന്നി. വായിൽ വെച്ച് കൊടുത്തിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കയ്യിൽ പെറുക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കയ്യിൽ കൊടുത്ത് അത് കഴിക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ വാവ ഇവിടെ കിടന്ന് കളിക്കുകയും തിരിയുകയും മറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് കടലയൊക്കെ കഴിച്ച് കൊച്ചിനും കൊടുത്ത് കുറേ നേരം അങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. അതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് വേറെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൂക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അനിയൻ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം നിന്നിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ അമ്പാടിയുടെ ഓടി വാ നമുക്ക് മുറ്റത്ത് കൂടെ നടക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ ആ വലിയൊരു ഷൂ എടുത്തിട്ടുണ്ട് നടക്കുവാണ് കേട്ടോ. അവൻ തന്നെ എടുത്തിട്ടാണ്. 2 കാലും തിരിഞ്ഞു പോയി. എന്നിട്ട് അതിൽ അങ്ങനെ കുറേ നേരം ചോട് വെച്ച് നടക്കണമൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തി കേട്ടോ. അനിയൻ അവിടെ നിന്ന് വരുന്ന വീഡിയോ മുതൽ എടുക്കാമെന്ന് കരുതിയാണ്. പക്ഷേങ്കിൽ ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ വീഡിയോ ഓണാക്കി നിന്നു കേട്ടോ. ഓരോ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴും അവനായിരിക്കുന്നിടത്ത് അങ്ങനെ കുറേ നേരം നിന്നിട്ട് വന്നില്ല. പിന്നെ ഞാൻ കയറിപ്പോയി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ വന്നു. പിന്നെ ഞാൻ ആൾക്ക് കട്ടൻ ചായയും ഞാൻ വേവിച്ച കടലയൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ അവനിരുന്ന് കഴിക്കുവാണ്. പിന്നെ അമ്പാടിക്കും കൊടുക്കുന്നുണ്ട്. പറയുമായിരുന്നു മേത്തൊക്കെ തൂത്ത് വെക്കരുതെന്ന്. അങ്ങനെ പിന്നെ അവനും കഴിച്ചു. ഞാൻ നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് വൈകുന്നേരം ഇങ്ങനെ കടല വേവിച്ചത്, ചെറുപയർ വേവിച്ചത്, തേങ്ങാപ്പീരൊക്കെ ചിരണ്ടിയിട്ട്, അതുപോലെ വൻപയർ, അതൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. കട്ടൻ ചായ കുടിക്കുമ്പോഴത്തേക്കും നല്ല രസമല്ലേ. ഒട്ടുമിക്ക ദിവസവും വീട്ടിലുണ്ടാക്കാറില്ലാണ്. ഗ്യാസൊക്കെ തീർന്നത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉണ്ടാക്കാറില്ല കേട്ടോ. അതിന് ശേഷം ഞാൻ ചോറ് കഴിക്കുവാണ് കേട്ടോ. വൻപയർ മെഴുക്ക് പുരട്ടി, പിന്നെ കടലയുടെ കുറച്ചുണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് കഴിക്കുവാണ് കേട്ടോ. പിന്നെ അമ്പാടി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ കൊണ്ടുവന്ന് ഉറക്കി. അപ്പോൾ എന്നാൽ അനിയൻ ആയിട്ട് കൊച്ചു അവർ രണ്ടുപേരും ഫുഡൊക്കെ നേരത്തെ കഴിച്ചായിരുന്നു. അമ്പാടിക്കും കൊടുത്ത്, ചേട്ടനും കഴിച്ചു, അനിയനും കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കിടക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരുവിധം പതിയെ ഇരുന്ന് കഴിച്ചിട്ട് ഞാനിപ്പോൾ എങ്ങും ഉറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ കിടക്കയൊക്കെ അനിയൻ അങ്ങനെ തൂത്ത് പറിക്കുകയൊക്കെ നടക്കുവാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ പറയുമായിരുന്നു ഒരു ഹായ് കൊടുത്തേക്ക്, ഒരു ഗുഡ് നൈറ്റ് കൊടുത്തേക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുവാണ്. ഗുഡ് നൈറ്റ് കൊടുത്തേക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയൊക്കെ കിടക്കാൻ നേരത്ത് ഗുഡ് നൈറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ.
അങ്ങനെ ചേട്ടൻ ഹാളിൽ കൂടെ നടപ്പുണ്ട്. അതിന് ശേഷം വന്നിട്ട് ഗുഡ് നൈറ്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കിടക്കാൻ പോകാമെന്നൊക്കെ അനിയൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.